ഉറൂസ് നടക്കുകയാണ്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഉറൂസ്. ഈ ഉറൂസിലേക്ക് ഉള്ളാളത്തുകാരായ നാം വരുന്നതിലേറെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാടിൽ നിന്നും, നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മഹാനായ ഷെയ്ഖുന ബഹുമാനപ്പെട്ട മദനി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ആളുകൾ ഇങ്ങനെ വരുന്നത്? മദനി തങ്ങളുടെ അടുത്തേക്ക് എന്തിനാ എല്ലാവരും ഇങ്ങനെ വരുന്നത്? ഒരു ഗുണമില്ലാതെ ആൾക്കാർ വരുമോ? ഒരു ഗുണവുമില്ലാതെ അവരുദ്ദേശിക്കുന്ന വിഷയത്തിൽ ഒരു സംരക്ഷണമോ ഒരു വിജയമോ കിട്ടാതെ ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് വിദൂര ദിക്കിൽ നിന്ന് ആളുകൾ ഇവിടെ വരുമോ? ആരും വരില്ല. മഹാനായ ഷെയ്ഖുന താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന എട്ടിക്കുളത്ത് നിന്നാൽ നിങ്ങൾക്ക് കാണാം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആലിമീങ്ങൾ അവിടെ വരുന്നു, സാദാത്യങ്ങൾ വരുന്നു, മുത്തഅല്ലിമീങ്ങൾ വരുന്നു, സാധാരണക്കാർ വരുന്നു. എത്രയോ ദൂരദിക്കിൽ നിന്ന് തേടി തെരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ അവർ വരുമോ? ഒരു വിഷയം അവർക്ക് കിട്ടാതെ അവർ വരുമോ? നാം ആദ്യം ചെയ്യേണ്ടത് ഈ മഹത്തുക്കളെ നാം അടുത്തറിയണം. ഈ മഹത്തുക്കളെ നാം കൽബിൽ നിറച്ചു വെക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, മഹാനായിരിക്കുന്ന മദനി തങ്ങൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എത്രയോ വിഷയങ്ങൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മദനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നീലഗിരിയിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അളിയന് തീരെ സുഖമില്ല, ശക്തമായി പനിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പനിക്കുന്നു, കാലിൻ്റെ ഒരു ഭാഗത്തൊരു മുറിവ് വന്നിട്ട് മുറിവ് മാറുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദനി തങ്ങളെ പേര് നീ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്ക്, എന്നിട്ട് മദനി തങ്ങളെ പേര് യാസീൻ ഓതി ദുആ ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പനി കൂടുതലാണ്, വല്ലാത്ത പനി വനിക്കുന്നുണ്ട്, കാലുമ മുറിയായ ഭാഗത്തുനിന്ന് പഴുപ്പൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അളിയ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ആമീൻ. പെങ്ങള് പറയാ, 2ാമത്തെ ദിവസം പനി വർദ്ധിച്ച ആ സമയത്ത് ആ പഴുപ്പുള്ള ഭാഗത്ത് പെട്ടെന്നൊരു തുണി എടുത്തിട്ട് അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം അതിൻ്റെ അകത്തു നിന്ന് പോകും. അവിടെ കൂടി അസുഖമൊക്കെ മാറി, എല്ലാ പ്രശ്നം മാറി. എത്രയോ ദിവസങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട് വളരെ ബേജാറായ വിഷയങ്ങൾ മഹാനായ മദനി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യാസീൻ ഓതി ദുആ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ആ വിഷയം ഇന്ന വിഷയമാണെന്ന് ബോധ്യപ്പെടുന്ന നിലക്ക് നമുക്ക് ശിഫിയാകാൻ കഴിഞ്ഞു. അത് എപ്പോൾ? നമ്മുടെ പഠിക്കുന്ന കാലത്തുള്ളതാണ്. അതിലേറെ വലിയ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ മദനി ഉസ്താദ് അയാൾ പോയാ, ഉച്ചില മദനി ഉസ്താദ് പോയാ? മാഷാ അല്ലാഹ്. ഞാനിവിടെ പഠിക്കുന്ന അന്ന്, ഉള്ളാളത്ത് പഠിക്കുന്ന അന്ന് കോടിയിലേക്ക് വഅള് പറയാൻ വേണ്ടി കൊണ്ടുപോയി ഇദ്ദേഹം. വഅള് പറയാൻ വേണ്ടി പോകുമ്പോൾ അന്ന് ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് താഴക്കുളസ്ഥാൻ്റെ സബക്കൊക്കെ കഴിഞ്ഞ് തൊക്കോട്ട് പിന്നെ അവിടെ പോയി നിന്ന് മസ്തിക്കെട്ട് പോയി നിന്നിട്ട് പിന്നെ ബസ് കയറിയിട്ട് അങ്ങനെ അന്ന് പോലെ. അപ്പോൾ തൊക്കോട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഭാര്യ ഗർഭിണിയാണ്, വളരെ സീരിയസ് ആണ്, അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറണം, ഞാനൊന്ന് കയറി കണ്ടിട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പോയി. ആ മാംഗ്ലൂർ നഴ്സിംഗ് ഹോമാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? 30 വർഷമായി. അങ്ങനെ അവിടെ പോയി ഞാൻ താഴെ ഇരുന്നു. മൂപ്പര് പോയി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ മദനിയാണ്, ഞാനവിടെ പഠിക്കുന്ന ആളുമാണ്, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറയുന്നു. 20 മിനിറ്റ് സമയം വാങ്ങിയിട്ട് നിങ്ങൾ വരുന്നു. മൂപ്പര് പോയി 20 മിനിറ്റ് സമയം വാങ്ങിയിട്ട് വന്നു. ഞങ്ങളവിടെ ഇരുന്നു കൊണ്ട് 3 യാസീന് മദനി തങ്ങളെ പേരിൽ ഓതി. 3 യാസീൻ ഓതിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇപ്പം തന്നെ ഒരു വിജയം കാണണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ 3ാമത്തെ യാസീൻ ഓതി ഞങ്ങൾ ദുആ ചെയ്ത് അദ്ദേഹം മുകളിൽ കയറി ഇറങ്ങി വന്നിട്ട് തന്നെ ഭാര്യ പ്രസവിച്ചിട്ടോ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു.
മദനി തങ്ങളെ നമ്മൾ അടുത്തറിയണം, മദനി തങ്ങളെ നമ്മൾ അടുത്തറിയണം. ഇതിനേക്കാളും സീരിയസ് ആയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. സീരിയസ് ആയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ടൗൺ പള്ളിയിൽ ഞാൻ ഖത്തീബായി സേവനം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരാൾ, നമ്മളൊരു പ്രവർത്തകനായ ഒരാൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയി. ഞാൻ അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോള് ചെറിയ പ്രായമാണ്, അവളെ ഫസ്റ്റത്തെ പ്രസവമാണ്, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ശാരീരികമായിട്ട് വലിയ ക്ഷീണമുള്ള കുട്ടിയാണ്, ഭയങ്കര ബേജാറുണ്ട് ഉസ്താദേ എന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത്, കുട്ടി ജനിച്ചാൽ മുഹമ്മദ് ഷരീഫുൽ മദനി എന്ന് പേരിട്ടോ. പ്രസവിച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആയതിൻ്റെ ശേഷം നേരെ മദനി തങ്ങളത്തേക്ക് കൊടുന്നോളിയും, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഞാൻ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇയാൾ ബാക്കിൽ ഓടി വരുന്നു, ഉസ്താദെ തിയേറ്ററിൽ വെച്ചിട്ട് പെണ്ണിന് ഇങ്ങനെ ഒരു വിറയൽ വന്നു, ഓപ്പറേഷൻ നടന്നില്ല, അവൾ പ്രസവിച്ചു, ക്ലിയർ ആയി. ഇത് മദനി തങ്ങളാണ്. ഇത് ഈ സലഫി പറയുന്ന വർത്താനല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ അനുഭവങ്ങൾ, നേരിട്ടുള്ള നമ്മളെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഔലിയാക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഔലിയാക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടുന്നത് കൊണ്ടാണ് കാണാ ദുഃഖിൽ നിന്ന് ആളുകൾ ഓടിത്തേടി മഹാനായ മദനി തങ്ങളുടെ ഹദറത്തിലേക്ക് വരുന്നത്. മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവർക്ക് ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ.